സോ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എന്ത് ചെയ്യാണ് പുതിയൊരു സെഷനിക്ക് വരികയാണ് വീണ്ടും. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം ഈ ചാപ്റ്ററിൽ മീൻസ് എന്താ പറയുക, ഈ വോളിയത്തിൽ നമുക്ക് മൊത്തം വോളിയം എന്ന് പറയുന്നത് മൊത്തം ഏകദേശം 8 ചാപ്റ്ററാണ് നമ്മളെ ഫിസിക്സ് ആദ്യത്തെ വോളിയത്തിൽ വരുന്നത്. അതിൽ ഫിസിക്കൽ വേൾഡ് നമ്മൾ എടുക്കൂല, കാരണം അതിന് ക്വസ്റ്റ്യൻസ് ഒന്നും സാധാരണ ചോദിക്കാറില്ല. ബോർഡിനായിക്കോട്ടെ എൻട്രൻസിനായിക്കോട്ടെ, നീറ്റിനും IIT-ക്കും എന്തായാലും ചോദിക്കൂല. സോ നമ്മൾ ഈ വോളിയത്തിലെ മീൻസ് അതായത് ഫിസിക്സിലെ ഫസ്റ്റ് വോളിയത്തിലെ ലാസ്റ്റ് ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ കാൽക്കുലേഷൻ നമ്മൾ എടുത്തു. സോ അതിലെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആയ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷണൽ മോഷൻ, പാർട്ടിക്കിൾസ് എന്നുണ്ട് എസ് ഇടാൻ മറന്നാണ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ഉള്ള വലിയൊരു ചാപ്റ്റർ എടുക്കുകയാണ്. ഈ +1 തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ചാപ്റ്റർ ആണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, സെക്കൻഡ് ലാർജസ്റ്റ് ചാപ്റ്റർ. ഫസ്റ്റ് ഏറ്റവും വലിയ ചാപ്റ്റർ അടുത്ത വോളിയത്തിലാണ്, മോഷൻ ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയും. അതാണ് ഏറ്റവും വലിയ ചാപ്റ്റർ. സോ ഇത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു, കാരണം ഇത് കുറച്ച് ടൈം എടുക്കും. കാരണം എന്താ വെച്ചാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എൻട്രൻസ് ലെവൽ എടുത്താൽ നല്ല കോംപ്ലിക്കേറ്റഡ് ആണ്. ബോർഡ് എക്സാം ലെവൽ എടുത്താൽ കുറെയൊക്കെ നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുവരെ പഠിച്ച പോലത്തെ ഈസി ടൈപ്പ് ഒരു ചാപ്റ്റർ അല്ല സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. സോ അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കുന്നത് പാർട്ടിക്കിൾസിനെ ഇപ്പോൾ നമുക്കൊരു സിസ്റ്റം തോന്നും, അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഒക്കെ തോന്നും. അതിലുള്ള പാർട്ടിക്കിൾസിന്റെ മോഷൻ, അത് എന്തായാലും മോഷനിൽ അണ്ടർഗോ ചെയ്യും. അതായത് അത് മൂവ് ചെയ്യുന്നുണ്ട്, അതിന്റെ മോഷൻ എങ്ങനെയെന്ന് പഠിക്കും. പിന്നെ റൊട്ടേഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കും. നമ്മൾ കുറെ റൊട്ടേഷണൽ മോഷൻ, യൂണിഫോം സർക്കുലർ മോഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, 2 ഡയമെൻഷനിൽ പറഞ്ഞതാണ്. 2 ഡയമെൻഷണൽ മോഷനിൽ നമ്മൾ പറഞ്ഞതാണ്. സോ ഇതൊരു സ്പെഷ്യൽ കേസ് ആണ്. ഓക്കെ, എക്സ്ട്രീംലി സ്പെഷ്യൽ കേസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതൊരു സ്പെഷ്യൽ കേസ് ആണ്. നമുക്ക് തുടങ്ങാം. സോ അതില് ആദ്യം തന്നെ റിജിഡ് ബോഡി എന്താണെന്ന് അറിയണം. അപ്പൊ റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബോഡി വിത്ത് പെർഫെക്റ്റ്ലി അൺചേഞ്ചിങ് ഷേപ്പ്. ഫോർ എക്സാമ്പിൾ, ചില ബോഡീസ് ഉണ്ട്. ഓക്കെ, സപ്പോസ് ഒരു ബോഡി ഇങ്ങനെയാന്ന് വിചാരിക്കാം. ചിലപ്പോൾ അതിനെ നമ്മൾ പിടിച്ച് കറക്കുക, അതായത് അതിനെ മോഷനിൽ അണ്ടർഗോ ചെയ്യുമ്പോൾ ആ മോഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഷേപ്പ് ഇങ്ങനെ മാറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പല ബോഡീസും അങ്ങനെ മോഷൻ അതായത് റെസ്റ്റിലുള്ള സാധനത്തിന് മോഷനിൽ അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷെ റിജിഡ് ബോഡി എന്ന് പറഞ്ഞ ബോഡിനെ സപ്പോസ് ഇപ്പൊ ഈ സർക്കുലർ റിജിഡ് ബോഡി ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ ഇതിനെ നമ്മൾ മോഷൻ അണ്ടർഗോ ചെയ്തു, ഏതെങ്കിലും ഒരു മോഷനിൽ എന്ത് ചെയ്തു, മോഷൻ ആക്കി. അങ്ങനെയെങ്കിൽ ഇത് എത്ര മോഷൻ അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ ഷേപ്പ് എന്തായിരിക്കും, ഇതേപോലെ സർക്കിൾ ആയിട്ട് നമുക്ക്. അതായത് ഇറ്റ് ഇസ് എ ബോഡി വിത്ത് പെർഫെക്റ്റ്ലി അൺചേഞ്ചിങ് ഷേപ്പ് ചേഞ്ച് ചെയ്യാത്ത ബോഡികളെ പറയുന്ന പേരാണ് എന്താ പറയാ, റിജിഡ് ബോഡി. ഓക്കെ, ഇനി അടുത്തത്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 പാർട്ടിക്കിൾസ് ഓഫ് ദ റിജിഡ് ബോഡി റിമെയിൻസ് കോൺസ്റ്റന്റ് അണ്ടർ എനി മോഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ ട്രയാങ്കിളിനെ ഞാൻ ആദ്യം പിടിച്ച് കറക്കി, ആ കറക്കിയപ്പോൾ അതിന്റെ ഷേപ്പ് എന്ത് ചെയ്തു, ഇതേപോലെ എന്തെങ്കിലും ആയി മാറി. സോ അത് റിജിഡ് ബോഡി അല്ല. അങ്ങനെ ആവാണ്ടിരിക്കാൻ കാരണം ഇതിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. സപ്പോസ് ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. സപ്പോസ് ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ് 5 മീറ്റർ ആണെന്ന് വിചാരിക്കുക, മോഷന് മുമ്പ്, ബിഫോർ മോഷൻ. ഓക്കെ, മോഷന് ശേഷം ഈ 2 പാർട്ടിക്കിൾ എടുത്ത് നോക്കുമ്പോൾ ആ 2 പാർട്ടിക്കിളിന്റെ ഡിസ്റ്റൻസ് വല്ലാതെ കൂടി, 5 10 മീറ്റർ ആയി. അപ്പൊ ഇതിപ്പോ 2 പാർട്ടിക്കിൾ മാത്രമാണ്, ഇങ്ങനെ കുറെ പാർട്ടിക്കിളിന്റെ ഒരു ബോഡിയിൽ. സോ അതിന്റെയൊക്കെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, മാറും. ആര്, റിജിഡ് ബോഡി അല്ലെങ്കിൽ. പക്ഷെ ഒരു റിജിഡ് ബോഡി എടുത്താൽ, സപ്പോസ് ഇപ്പോൾ ഈ ഒരു സർക്കിളിന് എടുത്തിട്ട് റിജിഡ് ബോഡി ആണ് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 പോയിന്റ് ഉണ്ട്. സപ്പോസ് അത് നമ്മുടെ ഡിസ്റ്റൻസ് 5 മീറ്റർ ആണ്. ഞാൻ ഈ റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോഴും ആ 2 ബോഡി തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 മീറ്റർ ആണ്. സോ അതായത് ഇതേ 2 പാർട്ടിക്കിളിന് മാത്രമാണ് എടുത്തത്, കുറെ പാർട്ടിക്കിൾ ഉണ്ടാവും. അതായത് ഞാൻ പറഞ്ഞ എന്താ വെച്ചാല്, ഒരു റിജിഡ് ബോഡി നമ്മൾ എന്ത് ചെയ്തു, ഏത് മോഷനിൽ കൊണ്ടുവച്ചാലും ആ 2 പാർട്ടിക്കിൾ തമ്മിലുള്ള മോഷൻ എന്തായിരിക്കും, എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ല, മീൻസ് ഡിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി അടുത്തത് ഇറ്റ് ഹാസ് ഡെഫിനിറ്റ് മാസ്. ഓക്കെ, മാസ് ഡെഫിനിറ്റ് ആയിരിക്കും. ഇപ്പൊ സോളിഡ് എടുത്താൽ മതി. എക്സാമ്പിൾ സോളിഡ്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഓക്കെ, ലിക്വിഡിനും ഗ്യാസിനും ഒന്നും മാസ് അത്രത്തോളം ഡിഫൈൻഡ് അല്ല. പക്ഷെ സോളിഡ് എടുത്ത് നോക്കിയാൽ അതിന്റെ മാസ് എന്തായിരിക്കും, ഡിഫൈൻഡ് ആയിരിക്കും. സോ അതിന് ഡെഫിനിറ്റ് മാസ് ഉണ്ടാവും. ഓക്കെ, സോ ഇത്രയും ഇമ്പോർട്ടന്റ് പോയിന്റുകൾ നിങ്ങൾ നോക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിജിഡ് ബോഡി എന്താണെന്ന് എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഇനി അപ്പൊ റിജിഡ് ബോഡി എന്താന്ന് പറഞ്ഞു. ഇനി അടുത്തത്, റിജിഡ് ബോഡിക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞു മോഷൻ അണ്ടർഗോ ചെയ്യാം. ഒരു റിജിഡ് ബോഡിക്ക് 3 ടൈപ്പ് മോഷൻ എന്ത് ചെയ്യും, അണ്ടർഗോ ചെയ്യാൻ പറ്റും. ഒന്ന് പ്യുവർ റൊട്ടേഷൻ, അതായത് ഇപ്പോ റിജിഡ് ബോഡി ഇങ്ങനെ വെച്ചു. ഒരു റിജിഡ് ബോഡിയാണത്, അതിനെന്ത് ചെയ്തു, ഒരു ആക്സിസ് വരച്ചു. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്സിസ് ഉണ്ടാവണല്ലോ, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യിച്ചു. ഓക്കെ, അതിനാണ് റൊട്ടേഷൻ മോഷൻ എന്ന് പറയാം. ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടായിരിക്കും എപ്പോഴും ഒരു റിജിഡ് ബോഡിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. ഇല്ലെങ്കിൽ എഴുതി വെക്കണം, ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റൊട്ടേഷൻ ചെയ്യിക്കുക. അപ്പൊ ഇതിങ്ങനെ ഇങ്ങോട്ട് കറങ്ങാം അല്ലെങ്കിൽ ഇങ്ങോട്ട് കറങ്ങാം. സോ
അതാണ് ഫിക്സഡ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു ആക്സിസ് നമ്മൾ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്, അതിന് ചുറ്റുമാണ് ഇത് കറങ്ങുന്നത്. സോ അതാണ് പ്യുവർ റൊട്ടേഷൻ. അടുത്തത് പ്യുവർ ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, 1D മോഷൻ എന്നൊക്കെ നമുക്ക് പറയാം. എന്ത് ട്രാൻസ്ലേഷൻ മോഷനും അണ്ടർഗോ ചെയ്യാം. ഓക്കെ, അതേപോലെ കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ അതും ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഒരു ടയർ ഉണ്ട്, വട്ടത്തിലൊരു ടയർ ഉണ്ട്. ഓക്കെ, ഈ ടയർ പറഞ്ഞ് ഞാനിങ്ങനെ ഉരുട്ടി വിട്ടു. ഈ ടയർ ഇങ്ങനെ ഉരുട്ടി വിടുമ്പോൾ ഇത് ഒരേ സമയം എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതിന്റെ ഇവിടെ ഉള്ള ഒരു പാർട്ടിക്കിൾ ഡയറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അതായത് ഇത് ഒരേ സമയം റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്, അതേപോലെ ട്രാൻസ്ലേറ്റും ചെയ്യുന്നുണ്ട്. മീൻസ് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ആയിട്ടും മൂവ് ചെയ്യുന്നുണ്ട്. സോ അതാണ് പറഞ്ഞത് കോമ്പിനേഷൻ ഓഫ് എന്താ പറയാ റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ഓക്കെ, അപ്പൊ ഇത് 3 ടൈപ്പ് മോഷന് ഒരു റിജിഡ് ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അണ്ടർഗോ ചെയ്യാൻ പറ്റും. സോ അത് കഴിയും. ഇനി അടുത്തതിന് പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ. പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ്, അതായത് പ്യുവർ ആയിട്ട് ട്രാൻസ്ലേഷൻ മോഷൻ, ലീനിയർ മോഷൻ അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ മോഷൻ മാത്രമേ പാടുള്ളൂ, റൊട്ടേഷൻ ഒന്നും പാടില്ല. ഓക്കെ, അതിനിപ്പോ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, സപ്പോസ് ഒരു കാറോ അല്ലെങ്കിൽ ഒരു ബോഡി കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുക, അതൊരു പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഓൾ പാർട്ടിക്കിൾസ് ഓഫ് ദ റിജിഡ് ബോഡി ഹാവ് സെയിം വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഓരോ പാർട്ടിക്കിളിന്റെയും വെലോസിറ്റി സെയിം ആയിരിക്കും. ഇപ്പൊ ഇവിടെ കുറെ പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ആ ഓരോ പാർട്ടിക്കിളിന്റെയും വെലോസിറ്റി, ഇപ്പൊ ഒരു പാർട്ടിക്കിളിന് 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ എല്ലാവരും 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. പക്ഷെ എന്താണ് ട്രാൻസ്ലേഷൻ മോഷൻ ആവണമെങ്കിൽ, അതും പ്യുവർ എന്ന് പറയാനുള്ള കാരണം അതാണ്. പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ ആവണമെങ്കിൽ എല്ലാ പാർട്ടിക്കിളും സെയിം വെലോസിറ്റി ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് ഇൻ പ്യുവർ റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, അപ്പൊ പ്യുവർ റൊട്ടേഷണൽ മോഷന്റെ പ്രത്യേകത എന്താ? ഇൻ പ്യുവർ റൊട്ടേഷണൽ മോഷൻ the particle produces circular motion about the rotation axis in a plane perpendicular to the same axis. അതായത് ഇതാണ് നമ്മളെ ബോഡി. ഓക്കെ, ഇതാണ് നമ്മളെ ബോഡി, ഇതാണ് പ്ലെയിൻ. ഓക്കെ, ഇതാണ് പ്ലെയിൻ. ഈ ബോഡിന്റെ ഉള്ളിൽ കൂടെയാണ് ഈ ആക്സിസ് തുളച്ചു കയറിയിട്ടുള്ളത്, അല്ലെ? അതായത് ഈ പ്ലെയിനും ഈ ആക്സിസും നമ്മൾ പെർപെൻഡിക്കുലർ ആണ്. അതായത് ഇതിപ്പോ നിങ്ങളെ കയ്യിലിപ്പോ ഒരു ഡിസ്ക് ഉണ്ട്, ആ ഡിസ്കിന്റെ നടുവ് കൂടെ അങ്ങോട്ട് കുത്തി കയറ്റി ഒരു കോലോ കമ്പിയോ വരും, എന്നിട്ട് അത് കറക്കൂലേ? അതായത് ആ ഡിസ്കിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്സിസ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് സർക്കുലർ മോഷൻ. അങ്ങനെയാണെങ്കിൽ അതിനെ പിടിച്ച് കറക്കിയാൽ ഇതിന്റെ ഉള്ളിലത്തെ പാർട്ടിക്കിൾസ് ഒക്കെ സർക്കുലർ മോഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. കണ്ടില്ലേ, ഇത് വട്ടത്തിലാണ് കറങ്ങുന്നത്, അതുകൊണ്ട് അത് സർക്കുലർ മോഷൻ ആണ് ഉണ്ടാക്കുക. അത് പ്യുവർ റൊട്ടേഷൻ ആണെങ്കിൽ സർക്കുലർ മോഷൻ നമുക്ക് തരും. അപ്പൊ ഈ ആക്സിസും അതേപോലെ പ്ലെയിനും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്, ഇൻ എ പ്യുവർ റൊട്ടേഷൻ മോഷൻ the particle produce circular motion about the rotation axis in a plane perpendicular to the same axis. Okay, അതാണ് പറഞ്ഞതിനർത്ഥം. സോ ഇതാണ് റിജിഡ് ബോഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. റിജിഡ് ബോഡി ഇത്രയേ ഉള്ളൂ. റിജിഡ് ബോഡി തരുന്ന മോഷൻസും കാര്യങ്ങളും ഇതൊക്കെ വളരെ ബേസിക് ആണ്, അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ റിജിഡ് ബോഡിയാണ് ഈ ചാപ്റ്ററിൽ മൊത്തം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ പേരിനെ റിജിഡ് ബോഡികളെ പറ്റിയാണ് പഠിക്കുന്നുള്ളത്. അതായത് റിജിഡ് ബോഡി എന്താണെന്ന് ഇപ്പൊ പറഞ്ഞു. ഇനി അതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോ ആ മാസ് ഒരിക്കലും മാറൂല. ഓക്കെ, സോ അത് കഴിഞ്ഞു. ഇനി അടുത്തത് പഠിക്കാനുള്ളത് സെന്റർ ഓഫ് മാസ് ആണ്. ഓക്കെ, സെന്റർ ഓഫ് മാസ്. ഇവിടുന്ന് എൻട്രൻസ് ലെവൽ നല്ലോണം ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് മൊത്തം എൻട്രൻസിന് 5-6 ക്വസ്റ്റ്യൻസ് ആണ് റൊട്ടേഷൻ മോഷൻ ചോദിക്കുക. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്തുനിന്നായിരിക്കും. അടുത്തത് ബോർഡ് എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പോ സെന്റർ ഓഫ് മാസ്, ഏതൊരു ബോഡിക്കും മാസ് ഉള്ള കാര്യം അറിയാം. അപ്പോൾ ഇറ്റ് ഈസ് എ പോയിന്റ് വെർ ദ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ഏതൊരു ബോഡിക്കും, ഇപ്പോ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ആരായിക്കോട്ടെ, ഏതൊരു ബോഡിക്കും മാസ് ഉണ്ടാവും. ആ മാസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പോയിന്റിലായിരിക്കും, ഒരു ഒറ്റ പോയിന്റിലായിരിക്കും. ആ പോയിന്റിനെ പറയുന്ന പേരാണ് സെന്റർ ഓഫ് മാസ്. CM എന്നാണ് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കുക. സെന്റർ ഓഫ് മാസ് ക്യാപിറ്റൽ C ക്യാപിറ്റൽ. ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം. സോ ഞാനിപ്പോ എന്ത് വരക്കാം, കളർ രസമല്ല. സോ ഞാനിപ്പോ ഒരു സർക്കിൾ എടുത്തു. ഓക്കെ, ഈ സർക്കിളിന്റെ സെന്റർ ഓഫ് മാസ് എക്സാക്ട്ലി അതിന്റെ സെന്ററിലായിരിക്കും. അതായത് ഈ സർക്കിളിന്റെ മൊത്തം മാസും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അതിന്റെ സെന്ററിലായിരിക്കും. ഇനി ഞാനൊരു സ്ക്വയർ എടുത്തു. എന്താ എടുത്തത്? ഒരു സ്ക്വയർ എടുത്തു. സോ നമ്മളൊരു സ്ക്വയർ എടുത്തു. ഓക്കെ, സോ ഇതൊരു സ്ക്വയർ ആണ്. സ്ക്വയർ ആയിക്കോട്ടെ റെക്ടാങ്കിൾ ആയിക്കോട്ടെ ഏതായിക്കോട്ടെ, ഈ സ്ക്വയറിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണെന്ന് അറിയാം? സ്ക്വയറിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡയഗണൽ ഉണ്ടല്ലോ. അപ്പൊ ഇവിടുന്ന് തൊട്ട് ഇതുവരെ ഡയഗണൽ, ഈ 2 ഡയഗണലുകളും കൂടി ചേരുന്ന പോയിന്റ് ഉണ്ടല്ലോ. അപ്പൊ ഇവിടുന്ന് ഡയഗണൽ വരച്ചു, ഇവിടുന്ന് ഡയഗണൽ വരച്ചു. ഈ 2 ഡയഗണലുകൾ കൂടി ചേരുന്നത് അതിന്റെ എക്സാക്ട്ലി സെന്ററിലായിരിക്കും. സോ ഇതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? എക്സാക്ട്ലി ഈ സ്ക്വയറിന്റെ സെന്ററിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഡയഗണലുകൾ കൂടി ചേരുന്ന പോയിന്റ്. ഓക്കെ, ഇനി അടുത്തത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുത്തു. ഓക്കെ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഞാൻ എടുക്കുകയാണ്. സപ്പോസ് ദിസ് ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ.
ഇക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സെൻട്രോയിഡിലായിരിക്കും. സെൻട്രോയിഡ് എങ്ങനെ ഉണ്ടാവും? 3 കോർണറിനും 3 സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. ഓക്കെ, സോ ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്തു? ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഒന്ന്. അടുത്തതോ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. സ്ട്രെയിറ്റ് ആയി പോയില്ല, വിഷയാക്കണ്ട. അപ്പോൾ സ്ട്രെയിറ്റ് ആണ് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു 2. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു 3. ഓക്കെ, സോ ഇത് 3 കൂടി ചേരുന്നത് അതിന്റെ സെൻട്രോയിഡിലാണ്. സോ അപ്പൊ ഈ ഒരു പോയിന്റിലായിരിക്കും, ഓക്കെ സോറി, സോ ഈ ഒരു പോയിന്റിലായിരിക്കും എന്ത് ചെയ്യാം? ഈ സെൻട്രോയിഡിലായിരിക്കും മൊത്തം ഇതിന്റെ സെന്റർ ഓഫ് മാസും കൂടി ചേരും. സോ ഈ പോയിന്റുകളെ നമ്മൾ CM എന്ന് കൊടുക്കുകയാണ്. സെന്റർ ഓഫ് മാസ് ഈ പോയിന്റിലാണെന്ന് കാണിക്കാൻ CM എന്ന് കൊടുക്കുക. ഇങ്ങനെ കുറെ ബോഡീസ് ഉണ്ട് കേട്ടോ. ഏതൊരു ബോഡി ആയിക്കോട്ടെ അതിനൊക്കെ ഒരു പോയിന്റ് ഉണ്ടാവും. സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാവും. മീൻസ് എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പോയിന്റിലായിരിക്കും. സോ ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എടുക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇപ്പോൾ ഒരു ബോഡി സർഫസിൽ നിന്നാൽ അതിന്റെ സെന്ററിലോട്ടാണല്ലോ പിടിച്ചു വലിക്കുക. സോ ആ സെന്ററിലോട്ടാണ് പിടിച്ചു വലിക്കുക. അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടൊക്കെ. ഈ ഒരു ബോഡി എന്ത് ചെയ്യും? ഇവിടെ മാസാന്ന് മാത്രം, ആ മാസ് എല്ലാം ഒരു പോയിന്റിലോട്ടാണ് ഉണ്ടാവുക. സോ അതിനാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയാം. ഓക്കെ, ഇനി നിങ്ങളോട് എക്സാമിന് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ കാണാൻ പറയും. പല എക്സാമുകളിലും കണ്ടിട്ടുണ്ട്. സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ നിങ്ങളോട് കാണാൻ പറയും. സോ നമുക്ക് അതൊന്ന് കണ്ടോക്കാം. ഇക്വേഷൻ ഫോർ ദ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. ഓക്കെ, ഇക്വേഷൻ ഫോർ ദ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. ഓക്കെ, അപ്പോ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്, ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളിത് മനസ്സിലാക്കി വെക്കണം. അപ്പോ 3, അതായത് പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് നമുക്ക് 3 എണ്ണത്തായി കണ്ടാണ് ഉണ്ടാവുക. ഒന്ന് 1D പ്ലെയിനിലുണ്ടാവും, 2D പ്ലെയിനിലുണ്ടാവും, 3D പ്ലെയിനിലുണ്ടാവും. 4D 5D ഒക്കെ കണ്ടെത്താൻ പ്രയാസമാണ്. സോ 1D 2D 3D അതാണ് നിങ്ങളുടെ സിലബസിലുള്ളത്. ഓക്കെ, അപ്പൊ സെന്റർ ഓഫ് മാസ് ഇൻ 1 ഡയമെൻഷൻ. അപ്പൊ 1 ഡയമെൻഷനിൽ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്സിസ് ഉണ്ടാവുള്ളൂ. നമ്മൾ X ആക്സിസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. കൺസിഡർ എ 2 പാർട്ടിക്കിൾ സിസ്റ്റം along X ആക്സിസ് as shown in the figure. ഓക്കെ, അപ്പോൾ ഞാനൊരു 2 പാർട്ടിക്കിൾ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫായിട്ട് വരക്കണം. ഗ്രാഫിൽ എക്സും വൈയും ആക്സിസ് ഉണ്ടായിക്കോട്ടെ, പക്ഷെ 1 ഡയമെൻഷൻ മോഷൻ ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ X ആക്സിസിന് മാത്രമേ നമ്മൾ ഉണ്ടാവുള്ളൂ. സോ ഇത് ഒറിജിൻ ആണ്, സ്വാഭാവികമായിട്ടും ഇത് ഒറിജിൻ ആണ്, അല്ലെ? ഇത് ഒറിജിൻ ആണ്. 2 പാർട്ടിക്കിൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഒന്നാമത്തെ പാർട്ടിക്കിൾ M1 എന്നാണ് ഒന്നാമത്തെ പാർട്ടിക്കിൾ. ഇത് രണ്ടാമത്തെ പാർട്ടിക്കിൾ M2. ഓക്കെ, രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ പേരെന്താ? M2. ഓക്കെ, സപ്പോസ് എന്താ പറയാ, ഒറിജിനിൽ നിന്ന് ഡിസ്റ്റൻസ് എപ്പോഴും ഒറിജിനിൽ എടുക്കുക. ഒറിജിനിൽ M1ക്കുള്ള ദൂരം X1 ആയിക്കോട്ടെ, അതേപോലെ ഒറിജിനിൽ M2ക്കുള്ള ദൂരം X2. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഇതിന്റെ സപ്പോസ് ഈ ഒരു പോയിന്റിൽ C എന്നുള്ള പോയിന്റിലാണ് വരിക. ഓക്കെ, സോ ഈ സെന്റർ ഓഫ് മാസ്, അപ്പൊ ഇതിന്റെ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്, അപ്പൊ അത് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. സോ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസിന് CM എന്നിട്ടാണ് ഈസ് ഈക്വൽ ടു X ഈസ് ഈക്വൽ ടു, അപ്പൊ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ X ക്യാപിറ്റൽ X ഈസ് ഈക്വൽ ടു, ഇതാണ് ഇക്വേഷൻ വരിക. M1 X1 പ്ലസ് M2 X2 ഓൾ ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. M1 M2 2 ബോഡികളെയും മാസ്. X1 എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് 1 ഡയമെൻഷൻ ആയതുകൊണ്ട് തന്നെ ഒറിജിനിൽ നിന്ന് M1ക്കുള്ള ദൂരമാണ് X1, അതേപോലെ ഒറിജിനിൽ നിന്ന് M2ക്കുള്ള ദൂരമാണ് X2. ഈ Cക്കുള്ള ദൂരമാണ് X, ക്യാപിറ്റൽ X. അതാണ് നമ്മൾ കണ്ടത്. M1 X1 പ്ലസ് M2 X2 ഓൾ ഡിവൈഡ് ബൈ M1 പ്ലസ് M2. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സപ്പോസ് ഇവിടെ ഇപ്പൊ 2 പാർട്ടിക്കിളേ ഉള്ളൂ. ഇനി നമ്മൾ n നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിലോ നോക്കാം. സപ്പോസ് ഇവിടെ n നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ട്. ഫോർ എ n നമ്പർ ഓഫ് പാർട്ടിക്കിൾ, ഓക്കെ, ഫോർ എൻ n നമ്പർ ഓഫ് പാർട്ടിക്കിൾ. ഇപ്പൊ n നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി n നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ 2 എണ്ണം വരച്ചു. ഇപ്പൊ ഇവിടെ ഒന്ന് വരച്ചു, ഇങ്ങനെ ഒന്ന് വരച്ചു. അപ്പൊ ഇത് ഒറിജിൻ ആണ്. ഇവിടെ ഇപ്പോ M1 ഉണ്ട്, M2 ഉണ്ട്, M3 ഉണ്ട്, അങ്ങനെ പോയി M4 M5 പോയി n നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഒറിജിനാണ് ദൂരം മെഷർ ചെയ്യേണ്ടത്. 0 M1ക്കുള്ള ദൂരം X1, 0 M2ക്കുള്ള ദൂരം X2, 0 M3ക്കുള്ള ദൂരം X3, അങ്ങനെ 0 എന്താ പറയാ Mnക്കുള്ള ദൂരം Xn ആണ് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ എത്ര മാസം വേണമെങ്കിൽ തന്നോട്ടെ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എന്താ പറയാ n പാർട്ടിക്കിൾ. ഇപ്പൊ n5 ആണെങ്കിൽ 5 പാർട്ടിക്കിൾ ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ കോമൺ ആയിട്ട് കാണാനുള്ള ഇക്വേഷൻ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു, എഴുതിക്കോളി, ഇത് എഴുതിയ ശേഷം എഴുതിക്കോളി, പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് X ഈസ് ഈക്വൽ ടു M1 X1 പ്ലസ് M2 X2 പ്ലസ് എക്സെട്ര Mn Xn ഓൾ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും
m1 പ്ലസ് m2 പ്ലസ് എക്സെട്ര 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 പ്ലസ് mni. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ ആണ്. പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കാണാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ ആണ്. x ഈസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 എക്സെട്ര പ്ലസ് mn xn ഓൾ ഡിവൈഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് എക്സെട്ര പ്ലസ് mn. ഓക്കെ, സോ ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സോ അപ്പോൾ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഇത് 1 ഡയമെൻഷൻ ആട്ടോ. ഇത് ഇവിടെ 2 ഉള്ളൂ. സോ m1 x1 പ്ലസ് m2 x2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 മതി. ഇപ്പോൾ 3 ഉണ്ടെങ്കിലോ ഇവിടെ m3 s3 ഡിവൈഡ് ബൈ m3 എന്നും കൂടെ വരും, പ്ലസ് m3 എന്ന് വരും. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് എന്താ പറയാ, പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് CM വരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇത് അവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രാഫ് ഓൾറെഡി നിങ്ങൾ വരയ്ക്കുക. അതൊക്കെ ക്വസ്റ്റ്യൻ ഉള്ളതാണ്. അപ്പോൾ തന്നത് ഇത്രയാണ്, തന്നത് ഇതൊക്കെയാണ്. അത് പ്രത്യേകം നോക്കുക. ഇവിടെ ഒറിജിൻ ഉണ്ട്, അതൊക്കെ തന്നിട്ടുണ്ട്. 4 പാർട്ടിക്കിളാണ്, 1 2 3 4. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടുന്ന് 1 മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ 2 മീറ്റർ, ഇവിടെ 3 മീറ്റർ, ഇവിടെ 4 മീറ്റർ. ഓക്കെ, ഇവിടെ ആദ്യത്തെ മാസ് 2 കിലോഗ്രാം ആണ്, ഇത് 4 കിലോഗ്രാം ആണ്, ഇത് 6 കിലോഗ്രാം ആണ്, ഇത് 8 കിലോഗ്രാം ആണ്. ഇപ്പൊ ഇത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി നമ്മൾ ആദ്യം ചെയ്യും. അപ്പൊ നമ്മൾ ആൻസർ എഴുതാൻ പോവാട്ടോ. അപ്പൊ നമ്മൾ ആൻസർ എഴുതാൻ പോവാണ്. സോ ഇവിടെ മൊത്തം എത്ര പാർട്ടികളുണ്ട്? 4 എണ്ണം. അപ്പൊ നമ്മൾ ആദ്യത്തിന് m1 എന്ന് വിളിച്ചു. ഈ x1 മീറ്റർ എന്ന x1, രണ്ടാമത്തേത് m2 എന്ന് വിളിച്ചു, ഇതിനെ x2 എന്ന് വിളിച്ചു, ഇതിനെ m3 എന്ന് വിളിച്ചു, ഇതിനെ x3 എന്ന് വിളിച്ചു, ഇതിനെ m4 എന്ന് വിളിച്ചു, ഇതിനെ x4 എന്ന് വിളിച്ചു. ഇക്വേഷൻ എങ്ങനെ വരും? ഇക്വേഷൻ x ഈസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏത്? m1 x1 പ്ലസ് m2 x2. ഇവിടെ n4 ആണ് അല്ലെ, അപ്പൊ 4 വരെ പോയാൽ മതി. ഓക്കെ, m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 പ്ലസ് m4 x4 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് m4. അങ്ങനെ 4 എണ്ണം പോയാൽ മതി അല്ലെ. സോ എന്ത് കിട്ടും? m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 പ്ലസ് m4 x4 ഓൾ ഡിവൈഡ് ബൈ എന്ത് വരും? m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് m4. സോ എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് ഇത് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ ഹോംവർക്ക് ആയിട്ട് എനിക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അയച്ചു തരണം, സമയം വൈകരുത്. ഓക്കെ, സോ അത് അത്രേ ഉള്ളൂ. അപ്പൊ 4 എണ്ണം കഴിഞ്ഞു. ഇനി അപ്പൊ 1 ഡയമെൻഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് 2 ഡയമെൻഷൻ നോക്കാം. അപ്പൊ 1 ഡയമെൻഷനിൽ സെന്റർ ഓഫ് മാസ് തന്നാൽ പിന്നെ വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. എന്താ വെച്ചാല് നമുക്ക് വേണമെങ്കിൽ ഈ സംഭവം ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എങ്ങനെ? സെന്റർ ഓഫ് മാസ് ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആക്കി എഴുതാൻ പറ്റും. ഈ x ഈസ് ഈക്വൽ ടു സിഗ്മ എന്താ പറയാ mi(xi) സിഗ്മ mi(xi) i ഈസ് ഈക്വൽ ടു 1 to n. ഇങ്ങനെയും ഈ ഇക്വേഷൻ എഴുതാം. ഓക്കെ, സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ആണ്, എല്ലാം കൂട്ടുക. ആദ്യം എന്ത് ചെയ്യുക? ഇവിടെ i ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ആദ്യം iക്ക് 1 കൊടുക്കുക. ഇവിടെ രണ്ടോടത്ത് mi(xi) ആണ്. സോ എന്ത് കിട്ടും? m1 x1 കിട്ടും. എന്നിട്ട് ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, പ്ലസ് ഐക്ക് അടുത്ത് 2 കൊടുക്കുക. അപ്പൊ m2 s2 അങ്ങനെ പോയി 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 അങ്ങനെ കുറെ കിട്ടും. ഓക്കെ, അപ്പൊ സിഗ്മ mi(xi) എന്താ പറയാ? സിഗ്മ mi(xi) എന്താ പറയാ? ഓക്കെ, സിഗ്മ mi(xi) ഓൾ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ M കൂടെ ഉണ്ട് കേട്ടോ. ഓൾ ഡിവൈഡ് ബൈ എന്താ പറയാ? ക്യാപിറ്റൽ M. എനിക്ക് വേണ്ട, ഈ ഇക്വേഷൻ വേണ്ട, അത് നമുക്ക് അടുത്തിൽ നോക്കാം. ഓക്കെ, സോ അത് പോട്ടെ. അപ്പൊ ഈ ഇക്വേഷൻ വേണ്ട, അടുത്തിൽ നോക്കാം. അപ്പൊ 1 ഡയമെൻഷൻ കഴിഞ്ഞു. ഇനി നമുക്കുള്ള എന്താണ്? 2 ഡയമെൻഷൻ ആണ്. സോ 3 ഡയമെൻഷനും ഉണ്ട്. അപ്പൊ ഇനി 2 ഡയമെൻഷൻ കാണാം. ഇക്വേഷൻ നോക്കിയാൽ മതി കേട്ടോ. അപ്പോ അടുത്തത് 2 ഡയമെൻഷൻ. കൺസിഡർ എന്താ പറയാ? 2 പാർട്ടിക്കിൾ സിസ്റ്റം ഇൻ എന്താ പറയാ? ആസ് ഷോൺ ഇൻ ദ ഫിഗർ. 2 പാർട്ടിക്കിൾ സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. സോ ഇവിടെ 2 ആക്സിസ് വരും. 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ x ആക്സിസ് വരും, y ആക്സിസ് വരും. സോ നമുക്ക് ആദ്യം ഗ്രാഫ് വരയ്ക്കാം. സോ ഇവിടെ 2 ആക്സിസ് ഒരേപോലെ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ x ആക്സിസ് ആയി, ഇവിടെ എന്ത് ചെയ്തു? y ആക്സിസ് ആയി. സോറി, y ആക്സിസ് ആയി, x ആക്സിസ് ആയി. ഇനി സപ്പോസ് നമ്മൾ ആദ്യത്തെ പാർട്ടിക്കിൾ ഇവിടെയാണ്, പൊസിഷൻ വെക്ടർ ആണ് മൊത്തം കേട്ടോ. ആദ്യത്തെ പാർട്ടിക്കിൾ ഇതാ m1 എന്നുള്ള പാർട്ടിക്കിൾ ഇവിടെയും, രണ്ടാമത്തെ പാർട്ടിക്കിൾ സപ്പോസ് ഇവിടെയാന്ന് വിചാരിക്കാം, m2 ആണെന്ന് വിചാരിക്കുക. ഇത് ഒറിജിൻ ആണ്. സോ സ്വാഭാവികമായിട്ടും പൊസിഷൻ വെക്ടർ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു വര വരക്കണം. ഓക്കെ, എങ്ങനെയാണ് ഞാൻ പണ്ട് പഠിപ്പിച്ചെന്നിരുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു വര വരക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ സെന്റർ ഓഫ് മാസ്, അപ്പോ ഈ ഒറിജിൻ m1ക്കുള്ള ദൂരം സ്മോൾ r1 ആണ്, m2ക്കുള്ള ദൂരം സ്മോൾ r2 ആണ്. ഇതിന്റെ സെന്റർ ഓഫ് മാസ് കാണണം. സോ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് കൂട്ടി വരക്കുക. ഓക്കെ, സപ്പോസ് അപ്പൊ ഇതിന്റെ സെന്റർ ഓഫ് മാസ് സപ്പോസ് എന്താ പറയാ? വിചാരിക്കുക ഈ ഒരു പോയിന്റിലാണെന്ന് വിചാരിക്കുക, ഈ ഒരു പോയിന്റിലാണെന്ന് വിചാരിക്കുക. സോ ഇവിടുത്തെ സെന്റർ ഓഫ് മാസ് ഇവിടെയാണ്. ഈ സെന്റർ ഓഫ് മാസ് എന്താ പറയാ? ഒറിജിനും തമ്മിലുള്ള ദൂരം ക്യാപിറ്റൽ R ആണെന്ന് വിചാരിക്കുക. നേരത്തെ നമ്മൾ x എന്ന് നടത്തിയിരുന്നത് ക്യാപിറ്റൽ R ആണെന്ന് വിചാരിക്കുക.
എന്താ വിചാരിക്കേണ്ടത്? ക്യാപിറ്റൽ ആർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ക്യാപിറ്റൽ ആർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ പൊസിഷൻ ഓഫ് 2 ഡയമെൻഷനിൽ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എന്താ പറയാ ഓഫ് സെന്റർ ഓഫ് മാസ് ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, ക്യാപിറ്റൽ ആർ ആണ്. അങ്ങനെ അത് കാണാനുള്ള ഇക്വേഷൻ M1 R1 പ്ലസ് M2 R2 ഓൾ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? M1 പ്ലസ് M2 ആയിരിക്കും. Okay, M1 plus M2 ആയിരിക്കും. So this is the equation to find out the center of mass. Okay, M1 plus M2. Okay, പക്ഷെ ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ വെക്റ്റർ ആർ ആണ് അല്ലെ. സോ വെക്റ്റർ ആർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആർ എന്ന് പറഞ്ഞാൽ വെക്റ്റർ ആണ്. സോ വെക്റ്റർ ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന് 2 ഡയമെൻഷൻ ഉണ്ടാവും. സോ എക്സ് ആക്സിസിക്ക് ഒരു ഡയമെൻഷൻ ഉണ്ടാവും XI പ്ലസ് വലിയ Y ആക്സിസിക്ക് ഒരു ഡയമെൻഷൻ ഉണ്ടാവും YJ. ഓക്കെ, എക്സ് ആക്സിസ് പ്ലസ് XI ക്യാപ് പ്ലസ് YJ ക്യാപ് ആണ്. അതേപോലെ R1 വെക്റ്റർ R1 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം, ഇതൊക്കെ വെക്റ്റർ ആണ് കേട്ടോ. അപ്പോൾ വെക്റ്റർ ഇടണം ഇങ്ങോട്ട്. R1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആക്സിസ് ഉണ്ട്. അപ്പോൾ R1 ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് ഈ X1 I ക്യാപ് പ്ലസ് എന്താ പറയാ Y1 J ക്യാപ്. ഓക്കെ, അതേപോലെ R2 ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വെക്റ്റർ R2 ഈസ് ഈക്വൽ ടു X2 I ക്യാപ് പ്ലസ് Y2 J ക്യാപ്. ഇത് വെക്റ്റർ ആവാൻ കാരണം എന്താ വെച്ചാൽ 2 ആക്സിസ് ഉണ്ട്. സപ്പോസ് ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ എന്ത് ചെയ്യും? എക്സ് ആക്സിസിന് ഇങ്ങോട്ട് X1 ഉണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് Y1 ഉണ്ട് ദൂരം. പിന്നെ ഇതാണെങ്കിൽ R2 ആണെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങോട്ട് X2 ഉണ്ട് Y2 ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കാൻ കാരണം. ഓക്കെ, സോ ഇതാണ് ഇക്വേഷൻ. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ജനറൽ ഇക്വേഷൻ ഇതാണ്. ഈ ജനറൽ ഇക്വേഷൻ ഇതാണ്. പക്ഷെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ 2 ഡയമെൻഷനിൽ ഇതാണ് ജനറൽ ഇക്വേഷൻ. ഏത് ആക്സിസ് ആയിക്കോട്ടെ എന്താ പറയാ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ M1 R1 പ്ലസ് M2 R2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ആണ്. R1 എന്ന് പറഞ്ഞാൽ M1ക്കുള്ള ദൂരം, R2 എന്ന് പറഞ്ഞാൽ M2ക്കുള്ള ദൂരം, R എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ആണ്. അപ്പോൾ ഇനി നിങ്ങൾ 2 ഡയമെൻഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എക്സ് ആക്സിസ് കാണണം. എക്സ് ആക്സിസ് കാണാൻ ക്യാപിറ്റൽ X ഈസ് ഈക്വൽ ടു M1 X1 പ്ലസ് M2 X2 ഓൾ ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ആയിരിക്കും. ഇത് എക്സ് കോർഡിനേറ്റ്. ഓക്കെ, അതേപോലെ Y കോർഡിനേറ്റ് Y ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? M2 X2 പ്ലസ് M3 X3 ഓൾ ഡിവൈഡ് M1 M2 X2 പ്ലസ് എന്തായിരിക്കും? M2 X2 പ്ലസ് M1 Y ആണ്. ഓക്കെ, സോ എല്ലാം Y കൊടുക്കണം. Y അല്ല ഇവിടെ ഇപ്പോ M1 Y1. ഓക്കെ, M1 Y1 പ്ലസ് M2 Y2 ഓൾ ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ആയിരിക്കും. സോ ഇത് രണ്ടുമാണ് കാണാനുള്ള ഇക്വേഷൻ. ഇനിയിപ്പോ സപ്പോസ് N പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. N പാർട്ടിക്കിൾ ഉണ്ടെങ്കിലോ? N പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? X ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കാണണം കേട്ടോ. M1 X1 പ്ലസ് M2 X2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2. 2 ഡയമെൻഷനിലെ സെന്റർ ഓഫ് മാസ് കാണാൻ പറഞ്ഞാൽ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, മറ്റേ ഇക്വേഷൻ എന്താണ്? ജനറൽ ഇക്വേഷൻ ആണ്. അതിപ്പോ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന കുഴപ്പമില്ല. സോ N പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം M1 X1 പ്ലസ് M2 X2 എക്സെട്ര Mn Xn ഓൾ ഡിവൈഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3 എക്സെട്ര Mn നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് സിഗ്മെന്റ് നൊട്ടേഷൻ എഴുതാം. X ഈസ് ഈക്വൽ ടു സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to N I ഈസ് ഈക്വൽ ടു 1 to N EMI XI ഓൾ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ M. ഓക്കെ, ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ ഇതാണ് M1 പ്ലസ് M2 പ്ലസ് എക്സെട്ര Mn. സോ അതാണ് ക്യാപിറ്റൽ M. ഓക്കെ, അപ്പൊ എക്സ് ആക്സിസിനെ എങ്ങനെ എഴുതി? നമുക്ക് Y ആക്സിസിനെയും വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സോ Y ആക്സിസിനെ എങ്ങനെ എഴുതും? താഴേക്ക് പോവാം. ഓക്കെ, സോ Y ആക്സിസിന് നമുക്ക് Y ആക്സിസിന് നമ്മൾ എങ്ങനെ എഴുതും? Y ആക്സിസിനെ ഇതേപോലെ എഴുതും. ഓക്കെ, അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. പ്രോബ്ലം ഞാൻ തരണ്ട്. സോ Y ആക്സിസിനെ നമ്മൾ ഇങ്ങനെ എഴുതും. Y ആക്സിസിനെ എങ്ങനെ എഴുതും? M1 Y1 പ്ലസ് M2 Y2 പ്ലസ് എക്സെട്ര Mn Yn. ഓക്കെ, ഓൾ ഡിവൈഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് എക്സെട്ര Mn. ഓക്കെ, അതിനെ സിഗ്മെന്റ് ടേമിൽ എങ്ങനെ എഴുതും? Y ഈസ് ഈക്വൽ ടു സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to N. ഓക്കെ, MI YI ഓൾ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ M. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. സോ ഇത്ര മാത്രമേ എന്താ പറയാ സത്യം പറഞ്ഞേ ഉള്ളൂ. സോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. സോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഭാഗത്തേക്ക് പോകാം. സോ ഇത്ര മാത്രമേ ഉള്ളൂ. സോ ഇനി അവസാനത്തെ ഒരു സംഭവം കൂടെ ലാപ്പിലെ ചാർജ് കഴിയാനായിട്ട്. ഓക്കെ, അത് കുഴപ്പമില്ല, നമ്മൾ ലാസ്റ്റ് തീർക്കുകയാണ്. സോ 2 ഡയമെൻഷനും കഴിഞ്ഞു. നമുക്ക് 3 കൂടെ ഉണ്ട്. ഓക്കെ, സോ 3 ഡയമെൻഷനും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇത് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. സോ സെന്റർ ഓഫ് മാസ് ഇൻ 3 ഡയമെൻഷൻ. ഓക്കെ, ഇപ്പൊ 3 ഡയമെൻഷൻ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇതായിട്ട് എഴുതാം. ഓക്കെ,
സെന്റർ ഓഫ് മാസ് ഇൻ 3 ഡയമെൻഷൻ. അപ്പോൾ അതിന് ഇപ്പോൾ 2 ഡയമെൻഷൻ ആകുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്, അതിനൊരു സെറ്റ് ആക്സിസും കൂടെ ഉണ്ടാവും. സോ അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആവും. ഒക്കെ കെ പാട്ടോ ഒക്കെ വെക്ടർ ആണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആയിട്ട് വരിക. ഇതിൽ എക്സ് എന്താന്ന് ചോദിച്ചാൽ എക്സ് കാണാൻ ഇക്വേഷൻ സിമ്പിൾ ആണ്. എക്സ് ആക്സിസിന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ m1 x1 പ്ലസ് m2 x2 പ്ലസ് എക്സെട്ര mn xn ഓൾ ഡിവൈഡ് ബൈ എന്തായിരിക്കും? ക്യാപിറ്റൽ എം ആയിരിക്കും. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ എന്താണ്? m1 പ്ലസ് m2 പ്ലസ് എക്സെട്ര m1 പ്ലസ് m2 പ്ലസ് എക്സെട്ര mn ആണ്. അതേപോലെ എന്താ പറയുക, അതിന് വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n mi xi ഓൾ ഡിവൈഡഡ് ബൈ ആ സിഗ്മെന്റ് അടിയിലാട്ടോ, ഓൾ ഡിവൈഡ് ബൈ എന്താ പറയുക ക്യാപിറ്റൽ എം. ഇങ്ങനെയാണ് എക്സ് ആക്സിസ് കണ്ടുപിടിക്കുക. x1 y1 ഒക്കെ ക്വസ്റ്റ്യൻ തരും. അടുത്തത് y ആക്സിസ് ഈസ് ഈക്വൽ ടു m1 y1 പ്ലസ് m2 y2 എക്സെട്ര mn yn ഓൾ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം. ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n ഓക്കെ mi yi ഓൾ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം. പിന്നെ തേർഡ്, അതായത് 3D ആയതുകൊണ്ട് ഇവിടെ ഒരു സെറ്റും കൂടെ ഉണ്ടാവും. സോ സെറ്റ് വരുമ്പോൾ എങ്ങനെ വരും? സെറ്റ് ഈസ് ഈക്വൽ ടു m1 z1 പ്ലസ് m2 z2 എക്സെട്ര mn zn ഓൾ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം. ഓക്കെ, അത് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n mi എന്താ പറയുക zi ഓൾ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം. ഓക്കെ, നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും ഈ സിഗ്മ എന്താന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം സിഗ്മ എന്താണ്. സപ്പോസ് സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എന്നാണ് പറയുന്നത്. സമ്മേഷൻ, അതായത് നമ്മൾ കുറെ കാര്യങ്ങളെ പ്ലസ് ചെയ്തിട്ട് ഇങ്ങനെ പോലെ 1 + 2 + 3 അങ്ങനെ കുറെ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ അത് ഒഴിവാക്കാനാണ് സിഗ്മ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n എന്ന് പറഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു 1 to n. ഇപ്പോൾ സപ്പോസ് ഐ ഈസ് ഈക്വൽ ടു 1 to n mi xi എന്ന് വിചാരിക്കും. അപ്പൊ അതിന് എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ, ഈ നൊട്ടേഷൻ എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ ഐ ഈസ് ഈക്വൽ ടു 1 to n എന്ന് പറഞ്ഞാൽ ഐക്ക് ആദ്യം 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക, പോയി n വരെ കൊടുക്കണം. അതാണ് ഐ ഈസ് ഈക്വൽ ടു 1 to n. സോ ആദ്യം ഐക്ക് 1 കൊടുക്കുക. mi xi രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുക? അതിന്റെ ഭാഗത്ത് 1 കൊടുക്കുക. സോ എന്ത് കിട്ടും? ആദ്യം ഐക്ക് 1 കൊടുക്കുക. സോ m1 x1 കിട്ടും. എന്നിട്ട് സിഗ്മ എന്ന് പറഞ്ഞാൽ പ്ലസ് എന്നാണ് അർത്ഥം. എന്നിട്ട് പ്ലസ് ഇടുക. എന്നിട്ടോ 1 കഴിഞ്ഞ അടുത്ത് രണ്ടാമത്തെ കൊടുക്കുക. അപ്പൊ ഐക്ക് 2 കൊടുക്കുക. അപ്പൊ ഐക്ക് 2 കൊടുക്കുമ്പോൾ m2 s2 എന്ന് വരും. പിന്നെ വീണ്ടും സിഗ്മ, അതായത് പ്ലസ് ഇടുക, പ്ലസ്. എന്നിട്ട് ഐക്ക് 3 കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? m3 s3. എന്നിട്ട് വീണ്ടും സിഗ്മ പ്ലസ്. അങ്ങനെ പോയി m4 x4 m5 xy ഒക്കെ പോയി അവസാനം ഏത് വരെ കൊടുക്കണം? n വരെ കൊടുക്കണം. സോ ഐക്ക് n കൊടുക്കുമ്പോൾ പ്ലസ് mn xn വരും. mn എന്താ പറയാ x n എന്ന് വരും. അതേപോലെ നിങ്ങൾക്ക് വേറെയും ഉണ്ട് കേട്ടോ. ഇപ്പൊ സപ്പോസ് എന്താ പറയാ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to 5 ആണ് നിങ്ങളോട് കൊടുക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ i2 എന്താ 1 to 3 കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ mi xi എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഐ ഈസ് ഈക്വൽ ടു 1 to 3 എന്ന് പറഞ്ഞാൽ 1 മുതൽ 3 വരെ കൊടുക്കാൻ പാടുള്ളൂ. അതായത് 1 2 3 കൊടുക്കാൻ പാടുള്ളൂ. സോ ആദ്യം നമ്മൾ 1 കൊടുക്കുക. അപ്പൊ എങ്ങനെ വരും? m1 x1. എന്നിട്ട് വീണ്ടും സിഗ്മ പ്ലസ്. സിഗ്മ പ്ലസ് ഇടുക. അടുത്തത് 2 കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? m2 s2 പ്ലസ്. എന്നിട്ടോ 3 കൊടുക്കുക. m3 x3. ഓക്കെ, അപ്പൊ അങ്ങനെ സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ആണ്. പ്ലസ് ഒക്കെ പ്ലസ് ഇട്ട് പോവാ. ഐ ഈസ് ഈക്വൽ ടു 1 to 3 പറഞ്ഞാൽ 3 വരെ. ഇനിയിപ്പോ ഐ ഈസ് ഈക്വൽ ടു 5 കൊടുത്താലോ? അപ്പൊ m4 x4 m5 xy വരും. അങ്ങനെ. സോ ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് മാത്സിൽ +1 ഒരു സെക്കൻഡ് വോളിയത്തിലെ ചാപ്റ്റർ ഉണ്ട്, അതിൽ പഠിക്കും. സോ അതുകൊണ്ടാണ്. സോ ഇത്രയേ ഉള്ളൂ. ഈ പ്രോബ്ലം ഒക്കെ നമുക്ക് പിന്നെ ചെയ്യാം. സോ താങ്ക് യു ഓൾ.